ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ അങ്ങനെ ലോട്ടസ് ടെമ്പിൾ ആട്ടോ കാണുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ ഓരോ ഭാഗത്തെ തിരക്കും എല്ലാ ഭാഷയും എന്താ പറയുക നാടും എല്ലാവരും മിക്സഡ് ആണ് കേട്ടോ ഇവിടെ. ഇവിടെ ഞാൻ കണ്ടു മലയാളികളെ. എന്താ ഭംഗിയില്ലേ, വെള്ളക്കല്ലിൽ കൊത്തി പതിപ്പിച്ച പോലെ അല്ലേ, നല്ല രസമുണ്ട് കാണാൻ. വെള്ളക്കല്ലിലല്ല വെണ്ണക്കല്ലിൽ കൊത്തി വെച്ച പോലെ അല്ലേ. എന്തായാലും ശരി, ഞാനതിന് മുൻപ് വന്നപ്പോഴും ഫോട്ടോസ് എടുത്തു എന്നല്ലാണ്ട് അങ്ങനെ വീഡിയോയിലോ അന്ന് എനിക്ക് യൂട്യൂബില്ല, അതാണ് എടുക്കാവുന്നത്. പക്ഷേ ഫോട്ടോസൊക്കെ അന്ന് എടുത്തിരുന്നു കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ വന്നാൽ പിന്നെ ഈ അപ്പുറം ഇതുപോലെ ഇവർക്ക് ഇനി കണ്ടില്ലേ രണ്ട് സൈഡിൽ ഈ കുളം കാണുന്നത് സ്നാനം ചെയ്യാനാണോ മുങ്ങി കുളിക്കാനാണോ ഐ ഡോണ്ട് നോ. നിശബ്ദ പ്രാർത്ഥനയുടെ ഒരു സ്ഥലമാണ്. നമ്മളുടെ ചെരുപ്പൊക്കെ ഊരിയിട്ട് ഇവിടെ ഇങ്ങനെ കവർ കിട്ടും. അപ്പോൾ ഈ കവറിലിട്ടിട്ട് സെഞ്ചി കേട്ടോ, കവറല്ലത്, പിന്നെ പ്ലാസ്റ്റിക് നൂലുകൊണ്ടുള്ള സെഞ്ചി. അപ്പോൾ ഞാൻ വീണ്ടും ഇവിടെ നിന്നിട്ട് സെൽഫി എടുക്കുമ്പോൾ ബുഷ് വന്ന് ചീത്താണ്. കാരണം അവിടെ ക്യൂവിൽ തിരക്കാണ്. അവിടെ നിന്നാലല്ലേ ആ ക്യൂവിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ പറ്റുള്ളൂ. എടോ മുടിഞ്ഞ വെയിൽ, എന്ത് വെയിലാണ്. നമ്മളൊക്കെ ഇങ്ങനെ എങ്ങനെയെന്നറിയാം, കരിഞ്ഞ് ഇങ്ങനെ ഉരുകിപ്പോവും അത്ര വെയിൽ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരിക്ക് എല്ലാവരും സൈലൻ്റായിട്ട് പോകണം. ഞാൻ പറഞ്ഞില്ലേ എല്ലായിടത്തും കൂടി ഉണ്ട്, രണ്ട് സൈഡിൽ ഈ കുളം കാണുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പുറത്ത് നിന്നിട്ട് ഒരു 5 മിനിറ്റ് ഒരു മിനിറ്റ് പ്രാർത്ഥന ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അകത്തേക്ക് വിടുള്ളൂ. അകത്ത് വീഡിയോ സൈലൻ്റ് ആക്കണം അല്ലെങ്കിൽ ഓഫ് ആക്കണം എന്നാണ്. ഞാൻ കാണാതെ പുറത്തുനിന്ന് തന്നെ അതിൻ്റെ അകത്തു നിന്നുള്ളത് എടുക്കണം. കണ്ടില്ല, ആ ബെഞ്ചിൽ ഇങ്ങനെ എല്ലാവരും നിശബ്ദരായിരിക്കുക, എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുക. അതാണ് ഇത്ര ഇവിടുത്തത്. അതിൻ്റെ ഉള്ളിലൊന്നും വീഡിയോസോ ഫോട്ടോസോ ഫോൺ പോലും എടുക്കാൻ പറ്റില്ല എന്നാണ്. ഇതൊക്കെ നിശബ്ദ ഇവിടുത്തെ പ്രാർത്ഥന, അവരെന്തോ പ്രാർത്ഥിക്കുന്നുണ്ട്. ഹിന്ദിയിലാവുകൊണ്ട് എനിക്ക് നല്ല മനസ്സിലായി തോന്നുന്നു. എന്തായാലും അത് കഴിഞ്ഞിട്ട് ആ ഭാഗം സൈലൻ്റായിട്ട് പോവുക. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഈ ഭാഗം, അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കയറിയിട്ടോ. കണ്ടില്ലേ, ഇതിൻ്റെ അകമാണ് കേട്ടോ, അത് ലോട്ടസ് ടെമ്പിളിൻ്റെ അകമാണിത്. സൈലൻ്റാണ്, നിശബ്ദതയാണ്. അതിൻ്റെ ഇടയിലൊരു സെക്യൂരിറ്റി പോലത്തെ ഒരു ചെക്കൻ വന്നിട്ട് എൻ്റെ എൻ്റെ ഫോണിനെ ഒന്ന് തുറിച്ച് നോക്കി. കാണാതെ ഞാൻ എടുക്കണത് കണ്ടു തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം പുറത്തിറങ്ങി. എന്നിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടാണ് ചെരുപ്പിടുന്നത്. ഞാൻ ചെരുപ്പിട്ടിട്ട് വേഗം ഇങ്ങനെ സെൽഫി എടുക്കണം. പക്ഷെ ചെരുപ്പിടുന്നുള്ളൂ, ഓരോ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കണേ. എന്നാ കാഴ്ചയാണ് കാണുന്നത് എന്നാവോ. എന്തായാലും ശരി, അവിടുന്ന് അങ്ങനെ ഞങ്ങൾ വേറെ അവിടെ ഒരു എന്താ പറയുക, ഒരു ഇതുണ്ടായിരുന്നു, ഒരു മാളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോവായിരുന്നു. പിന്നെ ഞാൻ സെൽഫി എടുക്കണേയും ഫോട്ടോസ് എടുക്കണേയും കണ്ടാൽ കാണാം വിദേശികൾ ഇൻ്റെ അടുത്ത് കാണാൻ ചുറ്റിപ്പറ്റി വരുന്നു. അതെന്താണെന്ന് എനിക്കറിയാം. ഇനിയിപ്പോൾ എൻ്റെ ഇംഗ്ലീഷ് പറയണത് കേട്ടിട്ടാണോ ഹിന്ദി പറയണത് കേട്ടിട്ടാണോ അതോ ഞാൻ വീഡിയോ എടുക്കണ കണ്ടിട്ടാണോ എന്നറിയില്ല, അതോ ഞാനൊരു മലയാളി ആയതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും ശരി, അവരായിട്ടൊക്കെ നല്ല മിങ്കിൾ ചെയ്യാൻ എനിക്കറിയും കേട്ടോ. അങ്ങനെ സംസാരിച്ച് തമാശയൊക്കെ പറഞ്ഞ് കൊച്ചു കള്ളി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോവാൻ കേട്ടോ. ഞാൻ പറയാലോ, ഈ ലോട്ടസ് ടെമ്പിൾക്കല്ലാണ്ട് അപ്പുറപ്പുറമുള്ള ആ ഗാർഡനും എന്താണ് പച്ചപ്പുല്ലും പച്ചപ്പരവതാനിട്ട പുല്ലിലൊന്നും നമുക്ക് അലൗഡ് അല്ല കേട്ടോ. നോട്ട് അലൗഡ്, അത്രേ ഉള്ളൂ. ഓൺലി ലോട്ടസ് ടെമ്പിൾ. അല്ലാണ്ട് അവിടെ പോയിട്ട് ഇവിടെ ഇരുന്നിട്ടൊന്നും ഫോട്ടോസ് എടുക്കലൊന്നും ഇവിടെ നടക്കില്ല. പക്ഷേ എന്ത് ഭംഗിയാടോ കാണാനൊന്നും. എത്ര വൃത്തിയിൽ അവരിതൊക്കെ പരിപാലിച്ച് കൊണ്ടുപോകണതല്ലേ. കണ്ടോ, അവിടെ ഇവിടെയൊക്കെ നടപ്പാതകളുണ്ട്. പക്ഷേ ഇവിടുത്തവർക്ക് മാത്രമേ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങളിതാ പുറത്തിറങ്ങി. എന്താ വെയിലിനെ പറ്റി എനിക്ക് പറയാനും വാക്കുകൾ കിട്ടണില്ല. ഇതിൻ്റെ ഇടയിലേ ഇവിടുന്ന് ഒരു നാരിയൽക്ക പാനി വാങ്ങിട്ടോ. നമ്മളെ തേങ്ങയുടെ വെള്ളം കരിക്കും വെള്ളം ഇവിടെ 170 രൂപ ഒന്നിന്. ഞാൻ പറയും ഇവിടെ 2 തേങ്ങ വിറ്റാൽ നമ്മളെ നാട്ടിൽ അമ്പാനിയാവും. അത്രയ്ക്ക് പൈസയാണ് ഇവിടെ. 2 ഇഡ്ഡലിക്ക് 270. എന്താണ് മനുഷ്യനെ കൊല്ലറിയില്ലേ, അതാണ് സംഭവം. എന്തായാലും ഇത് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോ കാണാം. ഓക്കേ.